ചെന്നിത്തല തൃപ്പരുന്തുറ ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. നെൽകർഷകർക്ക് വിത്ത് സബ്സിഡി, വിള ഇൻഷുറൻസ്, സ്മാർട്ട് ഫാം പദ്ധതിയിലൂടെ വിഷരഹിത പച്ചക്കറികളുടെ ഉൽപ്പാദനം തുടങ്ങി കൃഷിമേഖലയ്ക്ക് മുൻഗണന നൽകുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അജിത ദേവരാജൻ അവതരിപ്പിച്ചത്. നെൽകർഷകർക്ക് വിത്ത് സബ്സിഡി, വിള ഇൻഷുറൻസ്, സ്മാർട്ട് ഫാം പദ്ധതിയിലൂടെ വിഷരഹിത പച്ചക്കറികളുടെ ഉൽപ്പാദനം തുടങ്ങി കൃഷിമേഖലയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് ചെന്നിത്തല തൃപ്പരുന്തുറ ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. ഇവിടുത്തെ ധനസ്ഥിതിയെക്കുറിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. നമുക്ക് അലോക്കേഷൻ ആയിട്ടുള്ള തുകയെന്ന് പറയുന്നത് 7 കോടി രൂപ മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രതീക്ഷിക്കുന്ന തുകയാണ് 14 കോടി രൂപ. അത് ഏത് തരത്തിലൊക്കെയാണെന്നുള്ളത് ഇവിടെ വൈസ് പ്രസിഡന്റ് ആധികാരികമായി സൂചിപ്പിക്കുന്നത്. പ്രാദേശിക സ്വയംഭരണ സർക്കാർ എന്ന നിലയിൽ പദ്ധതി നിർവഹണം അനിവാര്യ ചുമതലകൾക്ക് ആവശ്യമായ തനത് ഫണ്ട് വർദ്ധിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. മുൻ വർഷം നമ്മുടെ പഞ്ചായത്തിൽ 100% നികുതി പിരിച്ചെടുത്തിട്ടുള്ളതാണ്. ഈ വർഷവും 100% നികുതി പിരിവ് എന്ന ലക്ഷ്യം 2026 മാർച്ച് 31-നകം കൈവരിക്കാൻ കഴിയും. ബഡ്ജറ്റ് വർഷത്തിനും 100% നികുതി പിരിച്ചെടുക്കുന്നതിനും നികുതിയേതര വരുമാനങ്ങളുടെ ചോർച്ച തടയുന്നതിനുമുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. നമ്മുടെ കാർഷിക മേഖല അപ്പർ കുട്ടനാട്, ഓണാട്ടുകര ഭാഗങ്ങൾ ചേർന്നതാണ്. ഭൂരിഭാഗം ജനങ്ങളും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. 15 ബ്ലോക്ക് പാടശേഖരങ്ങളിലായി 2500 ഏക്കറോളം നെൽപ്പാടങ്ങളിൽ കൃഷി നടത്തിവരുന്നു. നെൽകർഷകന് വിത്തിന് സബ്സിഡിക്കായി 25 ലക്ഷം രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പരിരക്ഷ എന്ന നിലയിൽ വിള ഇൻഷുറൻസും വകയിരുത്തിയിട്ടുണ്ട്. ഉൽപാദന മേഖലയിൽ വൻപിച്ച കുതിച്ചുകയറ്റം ലക്ഷ്യമിട്ടുകൊണ്ട് സ്മാർട്ട് ഫാം പദ്ധതിയിലൂടെ വിഷരഹിത പച്ചക്കറികളുടെ ഉൽപാദനം, എള്ള് കൃഷി, കുറ്റിക്കുരുമുളക്, കിഴങ്ങുവർഗ്ഗങ്ങൾ, ഇടവിള കൃഷി, സങ്കരയിനം ഫലവൃക്ഷ തൈകൾ വിതരണം, തെങ്ങ് കയറ്റ തൊഴിലാളികൾക്ക് ഉപകരണം വാങ്ങൽ എന്നീ പദ്ധതികൾക്ക് തുക വകയിരുത്തി. 46,20,89,310 രൂപ വരവും 43,10,28,031 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് അജിത ദേവരാജനാണ് അവതരിപ്പിച്ചത്. സങ്കരയിനം ഫലവൃക്ഷ തൈകളുടെ വിതരണം, തെങ്ങുകയറ്റ തൊഴിലാളികൾക്ക് ഉപകരണങ്ങൾ വാങ്ങൽ എന്നിവയിലൂടെ ഉത്പാദന മേഖലയിൽ വലിയ മാറ്റമാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. സ്ത്രീകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും അവരുടെ സാമ്പത്തികവും സാമൂഹികവുമായ ഭദ്രത ഉറപ്പുവരുത്തുന്നതിനും ബജറ്റിൽ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. യുവജനങ്ങളിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിനായി ലഹരിമുക്ത കൗമാരം പദ്ധതിയും, മൾട്ടി സ്പോർട്സ് ടർഫ് കളിസ്ഥലം, ഓപ്പൺ ജിം എന്നിവയ്ക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ വകയിരുത്തൽ പ്രകാരം പൊതു ആവശ്യ ഫണ്ടിനത്തിൽ 2,29,22,000 രൂപയും, വികസന ഫണ്ട് പൊതുവിഭാഗത്തിൽ 3,40,68,000 രൂപയും, പ്രത്യേക ഘടക പദ്ധതിക്കായി 10,39,09,000 രൂപയും ലഭിക്കും. കൂടാതെ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റായി 96,81,525 രൂപയുൾപ്പെടെ ആകെ 7,70,70,525 രൂപയും വികസന പ്രവർത്തനങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പർ കുട്ടനാട്, ഓണാട്ടുകര ഭാഗങ്ങൾ ഉൾപ്പെടുന്ന 19 വാർഡുകളുടെയും സമഗ്രമായ പുരോഗതിയാണ് ബഡ്ജറ്റിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പ്രസിഡന്റ് വി ബിനുരാജ് പറഞ്ഞു. സി ഡി നെറ്റ് ന്യൂസ്, മാന്നാർ.